ഇത് ബ്ലൂംബർഗിൻ്റെ ഈൽഡാണ്. 3 മന്ത്സിൻ്റെ ഈൽഡ് 4.27 എത്തി. എന്നാൽ 10 ഇയേഴ്സിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 3.98 ആയി. എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. US റിസഷൻ നടക്കാൻ പോവാണ് എന്നുള്ളതാണ് പല മീഡിയയും പറയുന്നത്. നമുക്ക് ശരിക്കും ഇതിൻ്റെ വാസ്തവത്തിൽ ട്രൈ ചെയ്യാം, ടെസ്റ്റ് ചെയ്യാം, എന്തൊക്കെയാണ് ശരിക്കും US നടക്കുന്നത് എന്ന് വളരെ ക്ലോസ്ലി മനസ്സിലാക്കാം. വിത്ത് പ്രൂഫ് സ്ക്രീനിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം. റോ ഡേറ്റ വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈൽഡ് കർവ് എന്ന് പലരും പറയുന്നുണ്ട്. ഈൽഡ് കർവ് എന്താണ് എന്ന് ഏറ്റവും സിംപ്ലസ്റ്റ് ലാംഗ്വേജിൽ നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോസിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പ്രോബബിലിറ്റി നമുക്ക് എടുക്കാം. നമ്മുടെ പോർട്ട്ഫോളിയോസിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് നമുക്ക് ഈ വീഡിയോയിൽ മനസ്സിലാക്കാം. എൻ്റെ പേര് തോമസ് ആണ്. നമ്മൾ കൂടുതലും ഫൈനാൻഷ്യൽ കോണ്ടന്റ് ആണ് ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നത്. മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ്, ഓൺടർപ്രണർഷിപ്പ്, ബിസിനസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ പ്ലീസ് ഗോ അഹെഡ് ആൻഡ് ചെക്ക് ദ കോണ്ടന്റ് ഓഫ് ദിസ് ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ സോ ദാറ്റ് യു വിൽ ഗെറ്റ് ടു വാച്ച് ഓൾ മൈ ഫ്യൂച്ചർ കോണ്ടന്റ്. അതുപോലെ തന്നെ ഞങ്ങളുടെ NISM രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു 15 minutes ഫ്രീ 1-on-1 സെഷൻ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ പോർട്ട്ഫോളിയോ USൻ്റെ ഇമ്പാക്റ്റ് കൊണ്ട് എന്തൊക്കെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഇമ്പാക്ട് ചെയ്യാൻ പറ്റുന്ന ടോട്ടൽ കോസ്റ്റ് ഓഫ് ദ പോർട്ട്ഫോളിയോ എങ്ങനെ റെഡ്യൂസ് ചെയ്യാം, അതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയിൽ ഈ ഒരു മീറ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അത് അവൈൽ ചെയ്യുക. എൻ്റെ തൊട്ട് താഴെ എൻ്റെ വാട്സാപ്പ് ചാനലിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. വേർ വി ടോക്ക് അബൌട്ട് ക്യൂറേറ്റഡ് ഫൈനാൻഷ്യൽ മാർക്കറ്റ് ഡീറ്റെയിൽസ്. അതും ആ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ കാണാൻ സമയമില്ലാത്ത ഒരാളാണെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മളൊരു റിസർച്ച് കോണ്ടൻ്റായിട്ട്, സോളിഡ് റിസർച്ച് മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഓൾ യു ഹാവ് ടു ഡു ഇസ് US റിസഷൻ മലയാളം എന്ന് മാത്രം കോമെൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ ദാറ്റ് വിൽ ബി ഏബിൾ ടു സെൻഡ് അക്രോസ് ടു യു സോ ദാറ്റ് യു ക്യാൻ വ്യൂ ഇറ്റ് ആൻഡ് സ്റ്റഡി ഇറ്റ് അപ്പോൺ യുവർ ഫ്രീ ടൈം. സ്ട്രേറ്റ് അവേ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ സ്ക്രീൻ ഷെയർ ചെയ്യുകയാണ്. നമ്മളിത് മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന നാസ്ഡാക്ക് 100ൻ്റെ ഫോളാണ്. ശരിക്കും നാസ്ഡാക്ക് 100ൻ്റെ ഫോൾ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്തുമാത്രം ഫോളായി എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. അതായത് ഇവിടുന്ന് ഇതുവരെ 16% ആണ് ഇൻ എ സ്പാൻ ഓഫ് ഹാർഡ്ലി 5 days ഫോൾ ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ക്ലോസ് ടു 6% ഉണ്ടോ, 5.4%, 6%ഓളം കഴിഞ്ഞ ദിവസം ഫോളായിരുന്നു. അതാണ് നാസ്ഡാക്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത്. അതല്ലാതെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു സപ്പോർട്ട് ലെവൽ ഉണ്ട്. ഈ ഒരു ഇപ്പോൾ പെർട്ടിക്കുലർ ലെവലിൽ വലിയൊരു സപ്പോർട്ട് ലെവൽ ശരിക്കും നാസ്ഡാക്കിന് വന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലാക്കിൽ ഇത് ബ്രീച്ച് ചെയ്ത് താഴെ ഈ ലെവലിലേക്ക് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് S&P 500ൻ്റെ അവസ്ഥ. S&P 500 നമ്മൾ നോക്കുകയാണെങ്കിൽ അഗെയിൻ ഒരു 12% ഫോൾ ആയിട്ടുണ്ട്. ഇതേ റെസിസ്റ്റൻറ്റ് ലെവലിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇവിടെ ഏകദേശം ഈ ഒരു റേഞ്ചിൽ അടുത്ത 5200 ലെവൽസ് വരെ ചിലപ്പോൾ S&P 500 വന്നേക്കാം. ശരിക്കും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ നമ്പേഴ്സ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ ഇൻഫ്ലേഷൻ നമ്പേഴ്സാണ് നിങ്ങൾ കാണുന്നത്. നല്ല രീതിയിൽ 3.5 കുറഞ്ഞ് വരുമായിരുന്നു. 2.4 വരെ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് തിരിച്ച് റിവേഴ്സ് ചെയ്ത് മുകളിലേക്ക് കയറി 3% വരെ വന്നു. കഴിഞ്ഞ മാർച്ചിൽ 2.8% ആണ്. ഇനി ഇതിൻ്റെ ഫോർകാസ്റ്റാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഫോർകാസ്റ്റ് ഉണ്ട്. ഈ ഒരു ഗ്രേ ചാർട്ട് എന്ന് പറയുന്നത് ഫോർകാസ്റ്റ് ചാർട്ടാണ്. ഈ ചാർട്ടിൽ 3.2% വരെ തിരിച്ച് ഇൻഫ്ലേഷൻ പോകുമെന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് എ വെരി വെരി ബിഗ് പ്രോബ്ലം ഫോർ ദ US എക്കോണമി. അതിൻ്റെ കാരണം നമ്മുടെ ട്രംപ് തന്നെയാണ്. പുള്ളി ടാരിഫ്സ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി സ്വന്തം കാലിലേക്ക് വെടിവെച്ച പോലെ തന്നെ US റിസഷനിലേക്ക് തള്ളിയിടുക എന്നുള്ളൊരു അവസ്ഥയിലേക്കാണ് പുള്ളി കൊണ്ടെത്തിച്ചിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്ന പോലെ ചൈനീസ് എക്കോണമിയെ ടാരിഫ് ഹൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചൈനയിലിരിക്കുന്ന ഈ പ്രായമുള്ള ആൾക്കോ അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിനൊന്നും ഒരു എഫക്റ്റ് വരാൻ പോകുന്നില്ല. അതിനേക്കാളും കൂടുതൽ എഫക്റ്റ് വരുന്നത് US ആൾക്കാർക്കാണ്. അവർ ബൈ ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ പ്രൈസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഇമ്പോർട്ട് ടാരിഫ്സ് കൂട്ടുമ്പോഴത്തേക്കും ഒബ്വിയസ്ലി US പ്രൈസും കൂടും. ആ പ്രൈസ് അവർക്ക് കൂടുതൽ കൊടുക്കേണ്ടി വരും. 100 രൂപ കൊടുത്ത സ്ഥലത്ത് 120 രൂപ കൊടുക്കേണ്ട രീതിയിലാണ് US മാർക്കറ്റ് ഇപ്പോൾ ഫംഗ്ഷൻ ചെയ്യുന്നത്. ദാറ്റ് ഇസ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ വൈ ദ ഇൻഫ്ലേഷൻ ഇസ് അപ്പ്. ഇതുവരെ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള ചാൻസ് ഭയങ്കര ഹൈ ആണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആ ഇഷ്ടം നിങ്ങൾ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണിക്കുക സോ ദാറ്റ് ഇറ്റ് റീച്ചസ് മാക്സിമം നമ്പർ ഓഫ് പീപ്പിൾ ആൻഡ് ഓൾസോ മോട്ടിവേറ്റ്സ് മീ ടു ഡു മോർ കോണ്ടന്റ്. രണ്ടാമത്തെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നാസ്ഡാക്കിൻ്റെ ഡേറ്റയാണ്. ഇത് നമ്മളൊരു 2023 തുടങ്ങി നോക്കുകയാണെങ്കിൽ 2023 ഉണ്ട്. ഇത് നോക്കിയാൽ 2023 തുടങ്ങി നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ മാർക്കറ്റ് കയറിയിട്ടുണ്ട്. 105% നാസ്ഡാക്ക് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലും സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കര റാപ്പിഡായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ കയ്യിലുള്ള സ്പെൻഡിങ് പവർ കൂടും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊരു കറക്ഷൻ വരുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ താഴെ ഇൻഫ്ലേഷനും വരാൻ ചാൻസ് ഭയങ്കര ഹൈ ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് മുകളിൽ പോകുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുതലും, സ്റ്റോക്ക് മാർക്കറ്റ് താഴെ വരുമ്പോൾ ഇൻഫ്ലേഷൻ കുറയലും വളരെ സ്വാഭാവികമാണ്. അപ്പോൾ ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇങ്ങനത്തെ റാലി
ആണ് വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺ വൈ ഇൻഫ്ലേഷനിസം. സെക്കൻഡ് എന്ന് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ടാരിഫ് കൂട്ടി എന്നുള്ളതാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ സ്വന്തം കൺട്രീനെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഫെബ്രുവരിയുടെ നോക്കുകയാണെങ്കിൽ 4.1% നിങ്ങൾ ഫോർകാസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നോക്കൂ, ഭയങ്കരമായിട്ട് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുന്നതായിട്ട് കാണപ്പെടും. ആൻഡ് ദിസ് ഇസ് എ വെരി വെരി ബിഗ് പ്രോബ്ലം. വൺസ് അഗൈൻ ഇൻഫ്ലേഷൻ കൂടുന്നു, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് കൂടുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്ത് എടുത്ത് നോക്കുകയാണെങ്കിൽ GDP ഗ്രോത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ GDP ഗ്രോത്ത് റേറ്റ് കുറഞ്ഞിരിക്കുകയാണ്. അവിടെ നമുക്കൊരു ഫോർകാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് വീണ്ടും കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതും വലിയൊരു പ്രശ്നമാണ്. ഇത് വലിയൊരു ക്രിട്ടിക്കൽ ഡേറ്റാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പേഴ്സണൽ സ്പെൻഡിംഗ് ആണ്. അതായത് ഇൻഡിവിജ്വൽസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ മാർക്കറ്റിൽ ഈ കൺസംഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെൻഡിങ് ഡേറ്റയാണ് നമ്മൾ കാണുന്നത്. ജാനുവരിയിൽ അത് നെഗറ്റീവായിട്ട് പോയിട്ടുണ്ട്. എപ്പോഴും റിസഷൻ സമയത്താണ് കൂടുതലും പേഴ്സണൽ സ്പെൻഡിങ് നെഗറ്റീവായിട്ട് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോർകാസ്റ്റ് ഇതിലും എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് എപ്പോഴും ഹൈനേക്കാളും വളരെ ലോ ആയിട്ട്. അപ്പോൾ പേഴ്സണൽ സ്പെൻഡിങ്സ് ആൾക്കാർ ചെയ്യുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ഇനി അടുത്ത ഡേറ്റ നോക്കുകയാണെങ്കിൽ ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇത് കൂടി വരുന്നുണ്ട്. ഡിസ്പോസിബിൾ പേഴ്സണൽ ഇൻകം എന്ന് പറയുന്നത് കൂടി വരുന്നതിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് റീസൺസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പുവർ ഗ്യാപ്പ് കൂടി വരികയാണ് US എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിനകത്തും നമുക്ക് ഫോർകാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് പേഴ്സണൽ ഡിസ്പോസിബിൾ ഇൻകം കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതും അഗെയിൻ ക്രിട്ടിക്കൽ പ്രോബ്ലം. എല്ലാ പാരാമീറ്റേഴ്സിലും US നോക്കുകയാണെങ്കിൽ പ്രോബ്ലംസാണ്. ഇനി കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ വളരെ സ്റ്റീപ്പായിട്ട് കൺസ്യൂമർ സെൻറ്റിമെൻറ്റ്സ് താഴെ പോയിട്ടുണ്ട്. US ഡിസംബറിൽ 74 പോയിൻറ്റ്സ് നിന്ന് മാർച്ചിൽ 57 പോയിൻറ്റ്സിലേക്ക് വന്നു. ഇനി അതിലും നമുക്കൊരു ഫോർകാസ്റ്റ് അനാലിസിസ് കൊടുത്തു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു തിരിച്ച് പിക്കപ്പാണ് കാണിക്കുന്നത്. ദറ്റ് ഇസ് എ വെരി ഗുഡ് പോയിന്റ്. ഇനി തേർഡ് എന്ന് പറയുന്നത് മാനുഫാക്ചറിങ് PMI ആണ്. PMI എന്ന് പറഞ്ഞാൽ പെർച്ചേസിങ് മാനുഫാക്ചേഴ്സ് ഇൻഡെക്സ് ആണ്. അതായത് പല ലോജിസ്റ്റിക്സ് കമ്പനീസിലും പെർച്ചേസ് മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ. ഈ പെർച്ചേസ് മാനേജേഴ്സ് ഇവിടെ അവരുടെ ഒരു കൺക്ലൂസീവ് ആയിട്ടുള്ള ഇൻഡെക്സ് ആണ് പെർച്ചേസ് PMI എന്ന് പറയുന്നത്, മാനുഫാക്ചറിങ് ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം നോക്കുകയാണെങ്കിൽ അതും ഫോൾ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഫോർകാസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് തിരിച്ച് മുകളിലേക്ക് കയറുന്നതായിട്ട് കാണാം. പക്ഷേ ദ പോയിന്റ് ഇസ് ഇറ്റ് ഇസ് ഫോളിങ് അറ്റ് ദിസ് കറൻറ്റ് സ്റ്റേജ്. ഇനി ഇതൊന്നും അല്ല പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് US ഈൽഡ് കേർവ് ഇൻവേഴ്സ് ആയി എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിൽ ഞാൻ പറയാം. അപ്പോൾ ഇത് രണ്ട് ഈൽഡ് കേർവാണ് ബേസിക്കലി. 3 ഉണ്ട്, ഇവിടെ ഫ്ലാറ്റാണ്. പക്ഷേ ഫ്ലാറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നില്ല. 2 ഈൽഡ് കേർവിനെ കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഒന്നും പറയുന്നത് നോർമൽ ഈൽഡ് കേർവാണ്. നമ്മുടെ നോർമൽ മാർക്കറ്റിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന എക്കണോമിക് വിധത്തിലുള്ള ഈൽഡ് കേർവാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അല്ലാതെ ഈ ഇൻവേർട്ടഡ് ഈൽഡ് കേർവാണ്. ഈ ഇൻവേർട്ടഡ് ഈൽഡ് കേർവിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഷോർട്ട് ടേമിലുള്ള ട്രസ്റ്റ്, അതായത് US മാർക്കറ്റിൽ ഷോർട്ട് ടേമിൽ ഗവൺമെൻറ് പേപ്പേഴ്സിനുള്ള ട്രസ്റ്റ് പോയിട്ട് ലോങ് ടേമിലാണ് അവർക്ക് ട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ലോങ് ടേമിൽ ട്രസ്റ്റ് ഉള്ളപ്പോൾ പ്രൈസ് ആ പെർട്ടിക്കുലർ US ബോണ്ടിൻ്റെ ഇത് 10 ഇയർ ബോണ്ട്, ഞാൻ ആ സ്ക്രീൻ കാണിച്ചു തരാം. 10 ഇയർ ബോണ്ടിൻ്റെ കമ്പാരിസനാണ് നമ്മൾ ഈ പറയുന്നത്. 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർക്ക് 10 ഇയേഴ്സ് US ബോണ്ടിൻ്റെ പേപ്പേഴ്സിനോട് വിശ്വാസം കൂടുതലും അവിടെ അവർക്ക് പർച്ചേസ് കൂടുതലാണ്. കൂടുതൽ പർച്ചേസ് അവിടെയാണ് പറയുന്നത്. അപ്പോൾ പർച്ചേസ് അവിടെ വരുമ്പോഴത്തേക്കും പ്രൈസ് അവിടെ കൂടും. അപ്പോൾ പ്രൈസ് അവിടെ കൂടുമ്പോൾ ഈൽഡ് കുറയുകയും ചെയ്യും. അപ്പോൾ ബോണ്ട് പ്രൈസും ബോണ്ട് ഈൽഡും തമ്മിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അത് എന്തുകൊണ്ടാണെന്ന് കുറച്ച് ടെക്നിക്കലി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് സാധനമാണ്. ദാറ്റ് ഇസ് ഹൗ ഇറ്റ് വർക്ക്സ്. അപ്പോൾ കൂടുതലും ആൾക്കാർക്ക് ലോങ് ടേം ബോണ്ട്സിനോടാണ് വിശ്വാസം, ഷോർട്ട് ടേമിന് വിശ്വാസമില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് US ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഒരു നോർമൽ എക്കോണമിയിൽ എന്തായിരിക്കും, ഈ ലോങ് ടേം ബോണ്ട്സിനേക്കാളും ഇൻവെസ്റ്റേഴ്സിൻ്റെ വിശ്വാസം ഷോർട്ട് ടേം ബോണ്ട്സിനോടാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ഇവിടെ കൂടുതലാണ്. അപ്പോൾ പ്രൈസ് ഇവിടെ കൂടുമ്പോൾ ഈൽഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനേറ്റ് ആയിരിക്കും, ഈൽഡ് കുറയും. ഇപ്പുറത്തെ ആണെങ്കിൽ പ്രൈസ് കുറയാണ്, ബേസിക്കലി ഡിമാൻഡ് അവിടെ ഇല്ല, അതുകൊണ്ട് തന്നെ ഈൽഡ് കൂടുകയും ചെയ്യും. ഇതാണ് ഒരു ബേസിക് ബോണ്ട് ഈൽഡ് അല്ലെങ്കിൽ ഈൽഡ് കേർവിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് US ബോണ്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ലേറ്റസ്റ്റ് ആയിട്ട് ഇന്നത്തെ ആസ് വി സ്പീക്ക്, നമ്മളിപ്പോൾ ഏപ്രിൽ 4 ഈ വീഡിയോ എടുക്കുന്നത്. ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഇത് ബ്ലൂംബർഗിൻ്റെ ഈൽഡാണ്. 3 മന്ത്സിൻ്റെ ഈൽഡ് 4.27 എത്തി. എന്നാൽ 10 ഇയേഴ്സിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത് 3.98 ആയി. ഇതാണ് ഈ ഇൻവേഴ്സ്ലി. ഐഡിയലി നല്ല എക്കോണമിയിലാണെങ്കിൽ ഈ 4.27 ഇവിടെ ആണെങ്കിൽ ഐഡിയലി ഇവിടെ ഒരു 5.5 5.6 ഒക്കെ വരുന്നതാണ്. അതാണ് ശരിക്കും ഒരു ഹെൽത്തി എക്കോണമിയുടെ സൈൻ. അപ്പോൾ ഇവിടെ ഈൽഡ് കേർവ് ഇൻവേർട്ടഡ് ആയി എന്നുള്ളതാണ്. ഈൽഡ് കേർവ് ഇങ്ങനെ ഇൻവേർട്ടഡ് ആയി എന്നുള്ളതാണ്. അപ്പോൾ ഇത് എപ്പോഴും ഈൽഡ് കേർവ് ഇൻവേർട്ടഡ് ആകുമ്പോൾ അതൊരു റിസഷനിലേക്കുള്ളൊരു വഴിതിരിവാണ്, അതൊരു വലിയൊരു സൈനാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇനി ഇതല്ലാതെ ഇന്ത്യൻ എക്കോണമീനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇന്ത്യൻ എക്കോണമിയിൽ IT ഫാർമ ഇൻഡസ്ട്രീനെ ഡെഫിനറ്റ്ലി ബാധിക്കും.
അപ്പോൾ ഫാർമയ്ക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഫാർമയ്ക്കകത്തുള്ള ഇമ്പാക്റ്റ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സ്പോർട്ട് ടു US എന്ന് പറയുന്നത് 2008 11%, ഇപ്പോൾ 17% മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ഇന്ത്യക്ക് പുറത്തു നിന്ന് ഇന്ത്യയിൽ നിന്ന് US എക്സ്പോർട്ട് കൂടിയ സ്ഥിതിക്ക് അത് ഡെഫിനറ്റ്ലി ഇന്ത്യനെ ബാധിക്കാനുള്ള ചാൻസ് കുറവാണ്. പക്ഷേ ഇവിടെ ഓൾട്ടർനേറ്റീവ് ആയിട്ടൊരു തോട്ട് പ്രോസസ് എന്ന് പറയുന്നത് ഇന്ത്യ വളരെ ഓൾറെഡി ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഭയങ്കരമായിട്ട് ഫോൾ ആയി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഫോൾ ചെയ്യില്ല എന്നാണ് ഒരു പക്ഷം വിചാരിക്കുന്നത്. പക്ഷേ ഐ ഫീൽ ദർ ഇസ് മോർ റൂം ഫോർ കറക്ഷൻ. കാരണം ഓൾ ടൈം ലോ PE ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ഒരു 10% കറക്ഷനുള്ള സ്കോപ്പ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. എന്താണ് നമ്മുടെ പോർട്ട്ഫോളിയോ ചെയ്യേണ്ടത്? കൂടുതൽ നമ്മൾ നല്ല രീതിയിൽ ക്യാഷ് ഹോൾഡ് ചെയ്യുക, ഒരു 20 to 30% എങ്കിലും നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുക, ഗോൾഡ് അല്ലെങ്കിൽ ബാലൻസ്ഡ് കാറ്റഗറി ഫണ്ട്സിലേക്കുള്ള എലൊക്കേഷൻ കൂട്ടുക. ഇതൊക്കെയാണ് നമ്മൾ ആസ് ഓഫ് നൗ റിസഷൻ കൗണ്ടർ ചെയ്യാൻ വേണ്ടി നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ പോർട്ട്ഫോളിയോയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ താഴെ NISM സർട്ടിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റിനെ കോൺടാക്ട് ചെയ്ത് മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഇവിടെ വീഡിയോയിൽ ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് വാട്ട് ഇസ് ഹാപ്പനിങ് എക്സാക്ട്ലി ഇൻ ദ US. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കോമൻറ്റ് ചെയ്യുക, മനസ്സിലായിട്ടില്ലെങ്കിലും എന്തുകൊണ്ട് മനസ്സിലായിട്ടില്ല എന്ന് കോമൻറ്റ് ചെയ്യുക, so that I can improve my video. Thank you so much for watching. Until and unless we see next time with yet another informative video. Thomas signing off. Bye-bye.